എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഓഹോ, ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അപ്പൊ അവസാനം അച്ഛനും അമ്മയും മക്കളും ഒന്നായി, താൻ മാത്രം പുറത്ത് അല്ലേടി? അതെ പ്രശാന്തേട്ടാ, ഇപ്പൊ എല്ലാവരും ഒന്നായി. ഇതിലൊന്നുമില്ലാത്ത ഞാൻ മാത്രം പുറത്ത്. ആ, അല്ലെങ്കിൽ എനിക്ക് മുമ്പേ തോന്നിയിരുന്നു ഇതിങ്ങനെ ആവുള്ളൂ എന്ന്. എനിക്കിപ്പോ വേറൊരു സംശയം തോന്നുക, നിന്റെ ചേച്ചി ആ ഇന്ദ്രന്റെ കൂടെ ചാടിപ്പോയത് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്ന്. പ്രശാന്ത് ശില്പയുടെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞ് ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവും പ്രശാന്തേട്ടാ? ഉണ്ടായിരിക്കും, ഉണ്ടാവില്ല എന്നൊന്നും കരുതണ്ട. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മായവർ വിളിച്ച് വീട്ടിൽ കയറ്റുമോ? താനൊരു പൊട്ടിയായതുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ ധൈര്യത്തോടെ എല്ലാവർക്കും മുമ്പിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നതേ ഉള്ളൂ. തൻ്റെ മനസ്സ് ഇളം മനസ്സാ, ആരെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അത് തൻ്റെ കുറ്റമല്ല, നിഷ്കളങ്കമായ നിന്റെ മനസ്സിനെ എല്ലാവരും മുതലെടുക്കുക. ചിലപ്പോൾ ഇപ്പം സംഭവിച്ച പോലെ അത് തന്നെയാവും. ശില്പയുടെ മനസ്സാ കലങ്ങി മറിഞ്ഞു. പ്രശാന്തിന്റെ ഓരോ വാക്കും ശില്പയുടെ മനസ്സിൽ തീപ്പൊരി വീഴ്ത്തിക്കൊണ്ടിരുന്നു. മോളെ ശില്പ, താനിങ്ങനെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, വീണ് വീണ് താൻ അവരുടെ അഭിനയത്തിൽ വീഴാതിരിക്കാൻ മുൻകരുതൽ തന്നെയെന്ന് മാത്രം. എനിക്ക് മനസ്സിലാവും പ്രശാന്തേട്ടാ. ഏട്ടൻ്റെ അവസ്ഥ മനസ്സിലാക്കിയോണ്ട് എങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനപ്പെടുത്തുന്നു. ഇവിടെയുണ്ട് കുറേ എണ്ണം, എല്ലാത്തിനും സ്വന്തം കാര്യം മാത്രം. എൻ്റെ ചേച്ചി എന്നൊരാളുണ്ട് ഇവിടെ, അവർക്കും സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അവരുടെ ഭർത്താവ് എന്ന് പറയുന്നവർ അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ ഭർത്താവ്, ആ കോന്തൻ ഇങ്ങനെ ഒരു പെണ്ണിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല. പിന്നെയുണ്ട് കുറേ എണ്ണം, ഒന്നിനും കൊള്ളില്ല. അവളുടെ ആ വീട്ടുകാരെ കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ പ്രശാന്തിന്റെ മനസ്സിനെ കുളിരേകുന്നവയായിരുന്നു. അതിനെ ചൂട് പിടിപ്പിക്കാനെന്ന പോലെ അവന്റെ വായിൽ നിന്ന് ഓരോന്ന് വന്നുകൊണ്ടിരുന്നു. ചൂട് പിടിച്ച അവളുടെ മനസ്സിന് വിഷമേറുന്ന വാക്കുകൾ ചൊരിഞ്ഞ് അവൻ സമാധാനത്തിൽ കോള് കട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി. മോളെ ലച്ചു, ഇറങ്ങാനായില്ലേ? രാജീവൻ തന്റെ ബൈക്കിലേക്ക് ഒരുങ്ങവേ അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. അച്ഛാ, ദേ എത്തി. വേഗം വാ മോളെ, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. കാര്യം അവർ നമ്മെ അറിയുന്നവരൊക്കെയാ, എന്നാലും ആദ്യത്തെ ദിവസം തന്നെ നേരം വയ്ക്കുക അത് ശരിയാവില്ല. ഇല്ല ചാ, പോവാം. മോളെ, എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? സിന്ധു അവൾക്ക് പിന്നാലെ വന്നിട്ട് ഓർമ്മിപ്പിച്ചു. ഉണ്ടമ്മേ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആയതല്ലേ, പിന്നെ എന്തിനാ ഈ ചോദ്യം? ആ, എന്നാ വേഗം പോവാൻ നോക്ക്. അച്ഛാ, ഒരു മിനിറ്റ്. അച്ഛന്റെ പുറകിലായി കയറി അവളൊരു വേള ഇറങ്ങി അമ്മയുടെ അരികിലേക്ക് നടന്നു. അമ്മേനെ അനുഗ്രഹിക്കണം. അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് അവൾ അമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സിന്ധു ഏറെ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തന്നെ ചുണ്ടമർത്തി. മക്കള് പോയി വാ, ശ്രീമംഗലം ഓഫീസിലല്ലേ, അവിടെ മോൾക്ക് നല്ലതേ വരുള്ളൂ. അച്ഛാ, അച്ഛന് നിറയ്ക്ക് വണ്ടിന്ന്. രാജീവൻ അവളുടെ വർത്തമാനം കേട്ട് സിന്ധുവിനെ നോക്കി തന്റെ ബൈക്കിൽ നിന്നിറങ്ങി. ലച്ചു അച്ഛന്റെയും കാല് തൊട്ട് വന്നിച്ച് അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നു. ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും മോൾക്കുണ്ടല്ലോ, പിന്നെന്തിനാ? അതൊക്കെ ഉണ്ട് അച്ഛാ, ലച്ചു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ പോവാം. ഓക്കെ അച്ഛാ. അമ്മേ, പോയി വരാം. അമ്മയെ നോക്കി കൈവീശി അവൾ അച്ഛൻ്റെ കൂടെ യാത്രയായി. ഇവൾ ശ്രീലക്ഷ്മി, ശ്രീനിലയത്തിൽ രാജീവിന്റെയും സിന്ധുവിന്റെയും ഏക മകൾ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശ്രീലക്ഷ്മിക്ക് SM ഗ്രൂപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായിട്ട് ജോലി ഇട്ടിരിക്കുന്നു. ഇന്നാണ് ജോയിൻ ചെയ്യേണ്ട ദിവസം. ഒരു ജോലി അവൾ ഏറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അച്ഛന് കാര്യമായ ജോലിയൊന്നുമില്ലെങ്കിലും അവൾ ഇത്രയും നാൾ ഒരു ബുദ്ധിമുട്ടറിയിക്കാതെ പഠിപ്പിച്ചു. അമ്മയ്ക്ക് വീട്ടിൽ തയ്യൽ ജോലിയും അല്ലറ ചില്ലറ കാര്യങ്ങളുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു. അച്ഛാ, വണ്ടി ഓഫീസിനടുത്ത് എത്താറായതും അവൾ അച്ഛനെ തട്ടി വിളിച്ചു. എന്താ വെച്ചു, ടെൻഷനുണ്ടോ അച്ഛൻ്റെ മോൾക്ക്? ചെറുതായിട്ട് ഇല്ലാതില്ല. ഒരു ടെൻഷനും വേണ്ട, അവരൊക്കെ നല്ലവരാ. പലപ്പോഴും അവളുടെ പഠനത്തിനൊക്കെ ആയിട്ട് നല്ലോണം സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ. മറ്റുള്ളവരോട് ഒരുപാട് ദയുള്ള ആളാ ശ്രീമംഗലത്തെ ശ്രീധരൻ ചേട്ടൻ. അതേപോലെ അവരുടെ മക്കളും പേരമക്കളും. എനിക്കറിയാച്ചതൊക്കെ, എന്നാലും ചെറിയൊരു ടെൻഷൻ. അവരോരോന്ന് സംസാരിച്ച് SM ഗ്രൂപ്പിന്റെ മുന്നിലെത്തിയത് അറിഞ്ഞില്ല. രാജീവ് വണ്ടി നിർത്തിയതും ലച്ചു ഇറങ്ങി അച്ഛൻ്റെ കൈകൾ പിടിച്ചു. ചെല്ലു ലച്ചു, സമയം വൈകും. അച്ഛൻ്റെ പൊന്നുമോൾക്ക് എല്ലാവിധ ആശംസകളും. സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അതേ അവളുടെ തലയിൽ തലോടി. അച്ഛനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കൈവീശി കാണിച്ച് അവൾ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അവൾ കണ്ണിൽ നിന്ന് മറിയുവോളം അച്ഛൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവളെ കാണാതായതും അദ്ദേഹം തന്നെ വണ്ടി മുന്നോട്ടെടുത്തു. അങ്കിൾ. രാവിലെ ഓഫീസിലെത്തിയതും ശ്രീഹരി വേഗത്തിൽ ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി. ഇന്ദ്രമായയുടെ അച്ഛനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നു. അങ്കിൾ ബിസിയാണോ? അല്ല ഇന്ദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അങ്കിളൊന്ന് വന്നേ, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ട അടുത്തേക്കായി നടന്നു. എന്ത് പ്രശ്നമായിരിക്കും ഇന്ദ്രന് പറയാനുണ്ടാവുക എന്ന സംശയത്തിൽ ഒരുതരം വേവലാതിയോടെ ഇന്ദ്രന് പിന്നാലെ അദ്ദേഹവും നടന്നു. അങ്കിൾ. താൻ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടും ഒന്നും മിണ്ടാൽക്കുന്ന മാധവനെ ഇന്ദ്രനും തട്ടിക്കൊണ്ട് വിളിച്ചു. ഇന്ദ്ര. പെട്ടെന്ന് എന്തോ ചിന്തയിൽ നിന്നുണ്ടെന്ന് അദ്ദേഹവനെ സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഉണ്ട് മോനെ, എല്ലാം മനസ്സിലായി. ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് അവർ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കുന്ന,
കല്യാണം കഴിഞ്ഞ നാളുകളിൽ കുറച്ചൊരു പ്രയാസം ശ്രീഹരിക്ക് ഉണ്ടെങ്കിലും അതൊക്കെ പതുക്കെ മാറിയിട്ടുണ്ടാവും തന്നെയാ ഞാൻ വിചാരിച്ച്. പക്ഷേ ഇത് അങ്കിൾ, ഏട്ടൻ മാറിയത് ഒരുപാട്. ശില്പയ്ക്ക് വേണ്ടി നല്ല മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ മായയുടെ കാര്യം പറഞ്ഞിട്ട് ഏട്ടൻ ദേഷ്യം പിടിപ്പിക്കുക, അതായിരുന്നു അവളുടെ ഹോബി. വീട്ടിലെല്ലാവരും സംസാരിച്ചു, മായും വല്യമ്മയും മുത്തശ്ശനും അങ്ങനെ ഓരോരുത്തരും. എന്നിട്ടൊരു ഫലവുമില്ല. ഇപ്പൊ എല്ലാത്തിനോടും ഒരു ദേഷ്യവും വാശിയും. അങ്കിളുടെ മോളെ കുറ്റം പറയണമെന്ന് കരുതരുത്. ഏട്ടന്റെ വേദന കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ എനിക്ക് എൻ്റെ ഏട്ടനോളം പ്രിയപ്പെട്ട മറ്റാരും തന്നെ ഇല്ലെന്ന് അങ്കിളിന് അറിയാലോ. അപ്പൊ ആ മനസ്സിലെ സങ്കടങ്ങൾ ഇനിയും കണ്ടില്ലെന്നെനിക്ക് എനിക്കാവില്ല. അതുകൊണ്ട് അങ്കിളിനോട് സംസാരിക്കാൻ എഴുതിയത്. മോനെ ഇന്ദ്ര, നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കും. മോൻ വിഷമിക്കാതെ പോയിക്കോ. ശ്രീമംഗലത്തെ മക്കളെ വേദനിപ്പിക്കാൻ ഇനി എൻ്റെ മക്കളാരെയും ഞാൻ അനുവദിക്കില്ല. ഒരു ഉറച്ച മനസ്സോടെ ഇന്ദ്രൻ നോയി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു. ആ വാക്കുകളിൽ വല്ലാത്തൊരു ധൈര്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഇന്ദ്രന് ആ സമയം തോന്നി. ശ്രീഹരി ഗ്ലാസ് ഡോർ തുറന്ന് ഓഫീസിലേക്ക് കയറി വരുന്ന കണ്ട് റിസപ്ഷൻ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തിരുന്ന ലച്ചൊരു ഞെട്ടലോടെ എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് സർ. ആളൊരു വെപ്രാളത്തോടെ അവനെ നോക്കി പറഞ്ഞു. തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അവൻ വേഗത്തിൽ തന്നെ ക്യാബിന്റെ നേരെ നടന്നു. അവൻ പോയതൊരു നെടുവീർപ്പോടെ ലച്ച് അവിടേക്കുള്ള സീറ്റിൽ തന്നെ ഇരുന്നു. ശ്രീലക്ഷ്മി. അല്പസമയം കഴിഞ്ഞതും റിസപ്ഷൻ കൗണ്ടറിലുള്ള പെൺകുട്ടി വിളിച്ചതും അവൾ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് നടന്നു. സാറ് ചെല്ലാൻ പറഞ്ഞു. ദേ ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ നേരെ ശ്രീഹരി സാറിന്റെ ക്യാബിനിൽ എത്തുക. ഓക്കെ, താങ്ക്സ്. ആൾക്കൊരു നന്ദിയും ചെറിയൊരു പുഞ്ചിരിയും നൽകി ലച്ചു ശ്രീഹരിയുടെ റൂമിന് നേരെ നടന്നു. സർ, മേ കമിൻ? യെസ്, പ്ലീസ് കമിൻ. ശ്രീഹരിയുടെ മറുപടി കിട്ടിയതും ലച്ചു ഡോറിനകത്തേക്ക് കയറി. ശ്രീലക്ഷ്മി ഇരിക്കും. ശ്രീഹരി ലച്ചുവിനെ നോക്കി പറഞ്ഞു. അവൾ പതിയെ അവന്റെ മുന്നിലെ ചെയറിലിരുന്നു. അവൾ തന്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ അവന്റെ നേരെ നീട്ടി. അവനത് വാങ്ങി ഓപ്പൺ ചെയ്തു. ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. എവറിഥിങ് ഈസ് ഫൈൻ. ഹാവ് എ ഗ്രേറ്റ് സ്റ്റാർട്ട്. ഓൾ ദി ബെസ്റ്റ് ശ്രീലക്ഷ്മി. താങ്ക് യു സർ. ശ്രീഹരിയുടെ മറ്റോ സ്റ്റാഫിനെ വിളിച്ചിട്ട് അവരുടെ കൂടെ ലച്ചുവിനെ പറഞ്ഞയച്ചു. ലച്ചു പുറത്തേക്ക് പോയതും ശ്രീഹരി തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് ഇന്ദ്രൻ ഡോറിനകത്തേക്ക് വന്നത്. ഏട്ടാ. ആ, ഇരിക്കടാ. അല്ലേട്ടാ, ഇപ്പൊ ഇവിടുന്ന് പോയത് രാജീവേട്ടൻ്റെ മോളല്ലേ? അതേടാ, രാജീവേട്ടൻ്റെ മോള് തന്നെ. മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനും രാജീവേട്ടനായിട്ട് നല്ല അടുപ്പത്തില്ല. ശ്രീലക്ഷ്മിയുടെ പഠനം കഴിഞ്ഞിട്ട് അവർക്കുള്ള ഒരു ജോബ് നമ്മുടെ ഓഫീസിൽ കൊടുക്കണമെന്ന് മുത്തശ്ശൻ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. പഠനം കഴിയിട്ട് നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെയാണ്. തുടങ്ങട്ടെ, നമുക്ക് നോക്കാം. അല്ല, നീ അങ്കിളിനോട് സംസാരിച്ചോ? സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഓക്കെ ആവും. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ലടാ. ആ, എൻ്റെ ഏട്ടൻ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ? ഇല്ലടാ. ശ്രീഹരി പുഞ്ചിരിയോടെ ഇന്ദ്രനെ നോക്കി. എന്നാ ഏട്ടൻ ടെൻഷൻ ആവാൻ നിൽക്ക്, ഞാൻ അവിടെ ചെല്ലട്ടെ. ഓക്കേടാ. ശ്രീഹരിയോട് യാത്ര പറഞ്ഞിട്ട് ഇന്ദ്രൻ തന്നെ ക്യാബിനിലേക്ക് നടന്നു. അമ്മേ. അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്ന ശോഭയുടെ അടുത്തേക്ക് ഫോണുമായി ശ്രേയ വന്നു. ശോഭ ആരാണെന്ന ചോദ്യത്തിൽ അവൾ നോക്കി. അച്ഛനമ്മേ, അമ്മയുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല പോലും. എൻ്റെ ഫോണോ? ശ്രേയയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ശോഭ സ്വയം പറഞ്ഞു. മാധവേട്ടാ. ആ, പിന്നെ നീ ശില്പയെ വിളിച്ചിട്ട് വീട്ടിലേക്കൊന്ന് വരാൻ പറയൂ. ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. എന്താ മാധവേട്ടാ പ്രശ്നം? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നീ അവളോട് വേഗം വീട്ടിലേക്ക് വരാൻ പറയൂ. ഒരമണിക്കൂറിൽ ഞാൻ അവിടെ എത്തും. മാധവേട്ട എന്താണെന്ന് പറ. ശോഭ വേവലാതിയോടെ ചോദിച്ചു. നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശോഭയെ, വെറുതെ ഇങ്ങോട്ട് വരെ ചോദിച്ചു നിൽക്കണ്ട. അദ്ദേഹത്തിന്റെ സ്വരം കടുപ്പത്തിലായതും ശോഭ സംസാരം നിർത്തി. ഇപ്പോൾ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. എന്താമ്മേ പ്രശ്നം? എന്താണെന്നറിയില്ല മോളെ. ശില്പയോട് വേഗം ഇവിടേക്ക് വരാൻ വിളിച്ചു പറയാൻ. മോളെ നീയൊന്ന് വിളിക്കുവോ? വേണ്ട, അമ്മ തന്നെ വിളിച്ചോ, അതാ നല്ലത്. ശില്പയോടുള്ള ദേഷ്യം മനസ്സിൽ നിറഞ്ഞുവെന്നും ശ്രേയ ശോഭയിൽ നിന്ന് തടിയൂരി. അവൾക്ക് അത്രയും വെറുപ്പ് ശില്പയോടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. മുത്തച്ഛനോട് പോലും തർക്കുത്തരം പറയാൻ പഠിച്ച ശില്പ അപ്പോൾ അത്രയ്ക്ക് ആ വീട്ടിൽ അവൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അമ്മ പോലും ഇപ്പോൾ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അമ്മ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, താൻ തന്നെയാണ് കുറ്റക്കാരി. ജീവനെ പോലെ സ്നേഹിച്ച ഫ്രണ്ടിനെ സ്വന്തം ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് എറിഞ്ഞു കൊടുത്തത്. അത് ഏട്ടൻ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെടുത്താൻ കൂട്ടുനിന്നിട്ട്. എന്നിട്ടോ ഇത്രയും വലിയ ദുരന്തം ശ്രീമംഗലം കുടുംബത്തിൽ ഇനി വരാനില്ലെന്ന് അവൾ തന്നെ തെളിയിച്ചു. ഇപ്പോഴും ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഉമ്മപ്പച്ചി പോലും ഇതൊക്കെ നോക്കുമ്പോൾ എത്രയോ ഭേദം. ഇനി എന്തായാലും അവൾക്ക് വേണ്ടി ഒന്നും പറയാനും ചോദിക്കാനും ഈ ശ്രേയയില്ല. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം നോക്കിയേ പറ്റുള്ളൂ. ശ്രേയ ഓരോന്നോർത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടന്നു. വൈകിട്ട് മായ മുത്തശ്ശനും മുത്തശ്ശിക്കുള്ള ചായമായ ഹാളിലേക്ക് വരുമ്പോഴാണ് ശില്പ എവിടെയോ പോകാനായി റെഡിയായി മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. മോളെ, നീ എങ്ങോട്ടാ? മായയെ നോക്കുപോലും ചെയ്യാൻ കടന്ന് മുന്നോട്ട് പോയവളെ നോക്കി മായ ചോദിച്ചും അവൾ തിരിഞ്ഞു നോക്കുക മാത്രം ചെയ്തു. അവൾ പുറത്തേക്ക് നടന്നു. മോളെ ശില്പ, ഒന്നിക്ക്. ഹാളിരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ചായ കൊടുത്തിട്ട് അവർ സിറ്റൗട്ടിലേക്ക് ഓടി. അപ്പോഴേക്ക് അവൾ മുറ്റത്ത് നിന്ന് ഗേറ്റ് കടന്ന് പോയിരുന്നു. എന്താ മായേ? പത്മൻ ചോദിച്ചുകൊണ്ട് അവിടെ പിന്നാലെ എത്തി. അതമ്മേ, അവള് ശില്പ ഒന്നും പറയാൻ പുറത്തേക്ക് പോയി, അത് ഈ സമയത്ത്. ഓ, അതാണോ? അവൾക്ക് ഈ പോക്കിപ്പോ പുതുമയുള്ളൊന്നല്ലല്ലോ. എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പതിവ്. ആരോടും ഒന്നും പറയാതെ പോവും വരും. എന്ത് ചെയ്യാനാ? ആരോട് പറയാനാ? എല്ലാം എൻ്റെ മോൻ്റെ വിധി. അവർ സ്വയം പരിഭവിച്ച് അകത്തേക്ക് വലിഞ്ഞു. ഏടത്തി. മായ അവരുടെ സംസാരം കേട്ട് വേദനയുടെ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങവേ മുറ്റത്തുനിന്നുള്ള വിളിയേട്ട് തിരിഞ്ഞ ശ്രീകുട്ടി കൂടെ അപ്പച്ചിയും.
ആഹാ, ഇതാരും ശ്രീമോളോ? നിന്നെ കാണാനില്ലല്ലോ പെണ്ണെ. ഈ നാട്ടിലൊന്നും ഇല്ലേ ഇപ്പോൾ? അപ്പച്ചിവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ട് കാണാറുണ്ട്, നിന്നെ കാണാനേ കിട്ടുന്നില്ല. ഞാൻ ഇവിടേക്ക് ഉണ്ട് അടുത്തി. പിന്നെ ക്ലാസ്സും അതിനുള്ളിൽ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി വന്നതിൻ്റെ ക്ഷീണവും അങ്ങനെ ഓരോന്നായിട്ട് കുറച്ച് ബിസിയായി പോയി. ഇനി അടുത്ത് പരാതി പറയണ്ട, ഞങ്ങളിനി നാളെ വീട്ടിലേക്ക് വന്നു. അല്ലേ അമ്മേ? ഉമ്മയെ നോക്കിയൊന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി മായയുടെ കൈകൾ പിടിച്ചു. അല്ലടി, അവളെ എങ്ങോട്ടാ വാലിനെ തീ പിടിച്ച പോലെ ഓടുന്നു? എനിക്കറിയില്ല അപ്പച്ചി, ഒന്നും ചോദിച്ചിട്ട് പറയാതെ പോയി. ഈശ്വര, എന്തൊക്കെയാണാവോ നടക്കുന്നത്? ഉമ്മ അവളെ നോക്കി പിറുപിറുത്തോണ്ട് അകത്തേക്ക് നടന്നു. മോള് വാ. ശ്രീകുട്ടിയെ വിളിച്ചിട്ട് മായു അകത്തേക്ക് നടന്നു. എന്തൊക്കെയാ അച്ഛൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താവുമേ? ഓ, അച്ഛനിപ്പോ ഒന്നും അറിയില്ലേ? ഒരുവള് മിണ്ടാ പുറത്തേക്ക് പോകുന്നു, ഒരുവള് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് അകത്ത് നിൽക്കുന്നു. ഇതിന്റെ കറുത്ത് എന്താ അച്ഛാ? എൻ്റെ ഉമ്മയെ അങ്ങനെയൊന്നുമില്ലടി. ആ കുട്ടി എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാ. അവളിപ്പോ ഇങ്ങനെ വരും. വന്നാ വന്നു, അത്രേ ഉള്ളൂ. ഇനിയൊരു നാണക്കേട് കുടുംബത്തിൽ ഉണ്ടാക്കാതിരുന്നാ എല്ലാവർക്കും നന്ന്. അവസാന വാക്ക് പറഞ്ഞിട്ട് ഉമ്മ മായയെ തറപ്പിച്ച് നോക്കി. മായയുടെ മുഖം കുനിഞ്ഞു. ഉമ്മയെ മതി, വായിൽ തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറയുന്നത് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. ശില്പ പുറത്തേക്ക് പോയതിന് ഈ കുട്ടിയെ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. അവള് പോയതിന്റെ കാരണക്കാരി മായല്ല. ഞാൻ അതിനൊന്നും പറഞ്ഞില്ല അച്ഛാ. പോ. മുത്തശ്ശൻ താക്കീതോടെ പറഞ്ഞു. ഉമ്മ ഉള്ളിലേക്ക് വലിഞ്ഞു. അമ്മയുടെ വിളി സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ശില്പ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തത്. ഉച്ചയ്ക്ക് മുതലേ വിളി തുടങ്ങിയതാ. ഇനി എന്തിനാണോ ഈ വിളിച്ചു വരുന്നതിന്റെ ഉദ്ദേശം? മൂത്ത മോള് നന്മ പറയാനാവോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? എന്തായിരിക്കും കാര്യമെന്നോർത്ത് വീട്ടിലേക്കുള്ള യാത്രയിൽ ശില്പയുടെ ചിന്ത കാട് കയറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. വീട്ടിലേക്കുള്ള വഴിയുടെ മുമ്പിൽ ഓട്ടോ നിർത്തിയതും അവൾ പുറത്തേക്ക് നോക്കിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി. ഓട്ടോ കാശ് കൊടുത്തിട്ട് ഒരുതരം സംശയത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു. എന്നാൽ അവൾ ഇതുവരെ വന്നില്ലല്ലോ മാധവേട്ട. വരും, നീ ഒന്ന് സമാധാനപ്പെടും, അവളിങ്ങ് വരും. അല്ല, നിങ്ങൾ ഇതുവരെ എന്താ കാര്യം എന്ന് പറഞ്ഞില്ല? അതൊക്കെ പറയാം, അവളൊന്ന് വന്നോട്ടെ. മാധവനും ശോഭയും പരസ്പരം എന്തോ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. മോളെ ശ്രേയ, മോളൊന്ന് പോയി നോക്ക്. ശരിയച്ചാ. ശ്രേയ മാധവനെ നോക്കി തലയാട്ടി പുറത്തേക്ക് നടന്നു. നീ എന്താണ് ഇവിടെ പ്രശ്നം? എന്തിനാ അമ്മ എന്നോട് വരാനായിട്ട് പറഞ്ഞേ? എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? എനിക്കൊന്നും അറിയില്ല, നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ശ്രേയ ഒരു ഒഴുക്കാൻ മട്ടിൽ അവൾ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ഓഹോ, അപ്പൊ പ്രശ്നം ചെറുതല്ല. സ്വയം പറഞ്ഞിട്ട് ശ്രേയക്ക് പിന്നാലെ ശില്പയും നടന്നു. ആകെ ഒരു സംശയത്തോടെ ശില്പ അകത്ത ആളിലേക്ക് കടന്നു. അച്ഛനും അമ്മയും സോഫയിൽ ഇരിപ്പുണ്ട്. ആ, മോള് വന്നോ? അവളെ കണ്ടത് ശോഭ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഇരിക്കവിടെ. മാധവൻ ഒച്ചയെടുത്തു. മാധവന് മൊത്തം ദേഷ്യം കണ്ടതും ശോഭ ഒരുതരം ഭയത്തോടെ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. എന്താ അവിടെ പ്രശ്നം? ശില്പ ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. മാധവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. അച്ഛൻ്റെ മുഖത്ത് മുറുക്കം കണ്ട് അവൾ ആദ്യം ഒന്ന് പേടിച്ചു. ഒരടി പിന്നോട്ട് വെച്ചിട്ട് അവൾ അച്ഛനെയും അമ്മയും കൂടെ ശ്രേയയും മാറി മാറി നോക്കി. എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ച്? ഒരു സമാധാനത്തിൽ അവിടെ കഴിയുന്ന എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പറഞ്ഞു തീർന്നില്ല. അവളുടെ കവിളിൽ അച്ഛൻ്റെ കൈകൾ വലിയ ശബ്ദത്തോടെ വീണു. ഒരു നിമിഷം മുന്നിൽ എന്താ സംഭവിക്കുന്നത് തിരിച്ചറിയുന്നതിന് മുമ്പ് അവളുടെ അടുത്ത കവിളിലും മാധവന്റെ കൈകൾ പതിഞ്ഞു. ഇരു കവിൾ അമർത്തിപ്പിടിച്ച് ശില്പ അച്ഛനെ ഞെട്ടലോടെ നോക്കി. അച്ഛാ! അവൾ സങ്കടത്തോടെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. മാധവേട്ടാ! ശോഭ വെപ്രാളത്തോടെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം അവരെ നോക്കിയിട്ട് ശില്പയ്ക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ അച്ഛൻ എന്നെ അടിച്ച്? അവർ മാത്രം ഞാനെന്താ തെറ്റിയത്? തനിക്ക് കിട്ടിയ അടിയുടെ വേദന സ്വയം കടിച്ചമർത്തി ഉള്ളിലെ കോപം നിയന്ത്രിക്കാനാവാതെ അവൾ അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിച്ചു. നീ ഒന്നും ചെയ്തില്ലേ? ഞാനെന്ത് ചെയ്യാൻ? അച്ഛൻ ഇമാതിരി അഴിക്കാനായിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ വിവാഹം കഴിച്ച അച്ഛൻ നല്ല അന്തസ്സായിട്ടാ ഞാൻ ശ്രീമംഗലത്ത് ജീവിക്കുന്നത്. അല്ലാതെ അച്ഛൻ്റെ മൂത്തമോൾ ചെയ്ത പോലെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും നാണം കെടുത്തി ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല. മാധവന്റെ കൈ വീണ്ടും അവളുടെ കവിളി. അച്ഛാ! മാധവേട്ടാ! വീണ്ടും അടിക്കാനൊരുങ്ങി അദ്ദേഹത്തിന്റെ കൈകൾ ശോഭ ഒന്ന് പിടിച്ചു. അപ്പോഴേക്കും ഭയത്തോടെയും ശ്രേയയും വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു. മാധവന് കളി അടങ്ങുന്നുണ്ടായിരുന്നില്ല. ശോഭയുടെയും ശ്രേയയുടെയും കൈ വിടുവിച്ച് അദ്ദേഹം സോഫയിലേക്ക് തളർന്നിരുന്നു. മാധവേട്ടാ, നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കാതെ കാര്യം പറയൂ. കുറച്ച് വെള്ളം, അദ്ദേഹം വിറയലോടെ പറഞ്ഞു. ശ്രേയ അടുക്കളയിലേക്ക് ഓടി. ശ്രേയ വെള്ളം കൊണ്ടുവന്നു. അത് ഒറ്റവലി കുടിച്ചു കഴിഞ്ഞതും മാധവൻ പറഞ്ഞു തുടങ്ങി ഇന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. അന്നുതിരുന്ന ആ കുടുംബത്തിൽ മരുമകളായി ചെന്ന് കയറിയത് മുതൽ സ്വന്തം മകൾ പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതുമായ വീരകഥകൾ. അതൊക്കെ കേട്ട മുതൽ താൻ അനുഭവിച്ച സങ്കടം, വേദന, അങ്ങനെ ഓരോന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതും അത് കേട്ട ശോഭയാകി വിറങ്ങലിച്ച് നിന്നു. ശ്രേയ പിന്നെ എല്ലാവരും പുച്ഛത്തോടെ കേട്ടുന്നേ ഉള്ളൂ. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അറിയുന്നതുകൊണ്ട് വലിയൊരു ഞെട്ടിലവളിൽ ഉണ്ടായില്ല. ശില്പിയാണെങ്കിൽ വല്ലാത്തൊരു പേടിയോടെ അച്ഛനെ നോക്കി. അച്ഛൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾക്ക് നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ശോഭ പേടിയോടെ നിൽക്കുന്ന ശില്പയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ വിളിച്ചിട്ട് അകത്തേക്ക് പോയി. അല്പം ഒരു ദേഷ്യം കുറഞ്ഞു മാധവന് അകത്തേക്ക് നടന്നു. മോളെ, അച്ഛൻ പറഞ്ഞൊക്കെ മോൾ കേട്ടില്ലേ? നിനക്ക് കിട്ടിയ ആ ജീവിതം അത്രയ്ക്ക് പുണ്യം നിറഞ്ഞതാ. അത് നീ നിന്റെ വാശി കൊണ്ട് ഇല്ലാണ്ടാക്കരുത്. ആവശ്യമില്ലാതെ ആ വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കരുത്. അത് നിന്റെ ജീവിതം ഇല്ലാതാക്കിയേ ഉള്ളൂ. ശോഭ പറയുന്ന കേട്ട് കുറച്ച് സമയം മാധവൻ വാതിൽക്കൽ നിന്നു.
ശേഷം ശില്പക്കരികിലേക്ക് ചെന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അച്ഛനടിച്ച് മോളങ്ങ് ക്ഷമിച്ചേക്ക്. മോളെ അടിച്ചു പോയാൽ അച്ഛന് നല്ല വിഷമമുണ്ട്. അതൊക്കെ മറന്നേക്ക് നീ. മോളിനി ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ശ്രീഹരി നല്ലവനാ. അവൻ എൻ്റെ മോൾ കിട്ടിയത് വലിയൊരു ഭാഗ്യം തന്നെയാ. അത് മോൾ ഇനിയും കാണാതെ പോയാ പിന്നെ ഈ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതും കൂടെ ഓർക്കണം. ഇതൊന്നും വെറുതെ പറയുന്നല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ആ കുടുംബത്തെ നല്ല പരിചയമുള്ളതുകൊണ്ടാണ് അച്ഛൻ ഈ പറയുന്നത്. അതേ മോളെ, നമ്മളെക്കാളും കൂടുതൽ അച്ഛന് ശ്രീമംഗലത്തുള്ളവരെ അറിയാം. അതുകൊണ്ട് അച്ഛൻ പറയുന്നു. മോളത് മനസ്സിലാക്കണം. ശോഭ വീണ്ടും വേദനയോടെ അവളെ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. മകളുടെ ജീവിതം തകരാതിരിക്കാൻ അവർക്ക് കഴിയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് മാധവൻ അവളെ ശ്രീമംഗലത്തേക്ക് കൊണ്ടുവിട്ടത്. പറയും ശ്രീ വിശേഷങ്ങൾ. ഞാനിന്നലെ വീട്ടിൽ വന്നിരുന്നു. നീ എവിടെയോ പോയെന്ന് ആൻറ്റി പറഞ്ഞു. ആ സീത്തു, അമ്മ പറഞ്ഞു. ഞാനിന്നലെ മാള് വിളിച്ചായിരുന്നേ. അവൾക്കെന്തോ പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സന്ധ്യയായി എത്തിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാനും സമയം കിട്ടിയില്ല. പിന്നെ എങ്ങനെയാ തന്നെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു സീത്തു. 1 വർഷം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ സമാധാനം മോളെ. മടി നല്ലോണം ഉണ്ടല്ലോ പെണ്ണെ നിനക്ക്. ഏയ് അങ്ങനെയൊന്നുമില്ലടോ. എന്നാലും ഒരു മനസ്സിലായി. എന്നാൽ ഇനി അത് കഴിഞ്ഞാൽ മാരേജ് ഉണ്ടായിരിക്കും അല്ലേ? അല്ല, താനാരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? ഇല്ല സീത്തു, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ എന്തോ ഒന്നുണ്ട്. അതേ മൊത്തം തെളിഞ്ഞ് കാണുന്നുണ്ട് എൻ്റെ ശ്രീമോളെ. സീത്തു കളിയായിക്കൊണ്ട് ശ്രീകുട്ടിയുടെ താടിയിൽ പിടിച്ച് ഇക്കിളി കൂട്ടി. അവളുടെ ഹൃദയം ആ സമയം മറ്റൊരുവനെ ഓർത്ത് നിറഞ്ഞു തുളുമ്പി. അത്രമേൽ ഇഷ്ടത്തോടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.